അപ്പോൾ ഗായ്സ് ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്നായിരുന്നു. അപ്പോൾ വന്നപ്പോൾ അവർ ഈവനിങ് സമയം 5 അപ്പോൾ ഈവനിങ് എൻ്റെ അടുത്ത് എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കി താ ശ്യാമ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ചില ഐറ്റമൊക്കെ അവരുടെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോഴേ എനിക്ക് വന്നിട്ട് ഞാൻ പണ്ട് ഒരു 5 വർഷം മുമ്പ് ഞാൻ പോണ്ടിച്ചേരി വെച്ച് ഒരു ഓസ്ട്രേലിയൻ ഷെഫ് എനിക്ക് പഠിപ്പിച്ച് തന്ന ഒരു ചെറിയ പുള്ളി ഇത് ഈവനിങ് സ്നാക്സ് ആയിട്ടും മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും പിള്ളേർക്കും ചെറിയ യങ്സ്റ്റേഴ്സൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ചോക്ലേറ്റ് ഒക്കെ വെച്ച് ആപ്പിൾ ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ട് ചെയ്യുന്ന ഒരു സംഭവം. അപ്പോൾ അത് ചെയ്ത് കാണിക്കാം. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം. അത് ഒരു നല്ല ഒരു ഡെസേർട്ടാണ്. അപ്പോൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം. അപ്പോൾ അതൊക്കെ എന്തൊക്കെ ഇതിന് വേണമെന്ന് ഞാൻ പറയാം. അതേ നമുക്ക് ആവശ്യമുള്ളത് നല്ല ഒരു ഫ്രഷ് ആപ്പിൾ, പിന്നെ കുറച്ച് ബട്ടർ, പിന്നെ ബ്രൗൺ ഷുഗർ, നല്ല ഒരു ബ്രൗൺ ഷുഗർ വേണം. നല്ല ബ്രാൻഡ് നോക്കി എടുത്താൽ മതി, ടേസ്റ്റ് കിട്ടും. പിന്നെ സിറപ്പ്, ചോക്ലേറ്റ് സിറപ്പ് വേണം. ചോക്ലേറ്റ് സിറപ്പ് ബ്രാൻഡ് നോക്കി എടുത്താൽ മതി. പിന്നെ സ്പ്രെഡ് വേണം, ചോക്ലേറ്റ് സ്പ്രെഡ്. ഈ ചോക്ലേറ്റ് സ്പ്രെഡ് ഞാൻ ന്യൂട്രൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് ബദാമുണ്ട്, ദെൻ പീനട്ട് ബട്ടർ, അങ്ങനെ കുറേ നട്ട്സൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൽ എടുക്കേണ്ടത് ഈ ഹാസ്നട്ട്. ഇത് നല്ല ഒരു ഫ്ലേവർ, നല്ല ഒരു ടേസ്റ്റ് കിട്ടുന്ന സംഭവം. യഥാർത്ഥത്തിൽ ഇത് 5 സ്റ്റാർ ഹോട്ടലിലും വലിയ റെസ്റ്റോറൻറ്റിലൊക്കെ ചെയ്യുന്ന ഒരു ഡെസേർട്ടാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കാം. പിന്നെ അതിൻ്റെ അടുത്ത ആവശ്യമുള്ളത് ബ്രെഡ്. നമുക്ക് നോർമൽ ബ്രെഡല്ല, മിൽക്ക് ബ്രെഡല്ല, ബ്രൗൺ വീറ്റ് ബ്രെഡ് തന്നെ വേണം. എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ സ്റ്റവ് എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറയാം. സ്റ്റവ് കത്തിക്കുക, ഒരു ബ്രെഡ് ഇതിൽ വയ്ക്കണം. ഇത് തവാലയും ടോസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ടോസ്റ്റ് ഉണ്ടെങ്കിൽ ടോസ്റ്റിലും ഇങ്ങനെ ചെയ്യാം. നമ്മളിപ്പോൾ അറ്റ് പ്രസൻറ്റ് ഇവിടെ ഉള്ളത് തവയാണ്. അപ്പോൾ തവാല നമ്മൾ ടോസ്റ്റ് ചെയ്യുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഈ ആപ്പിൾ അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. ആപ്പിൾ കട്ട് ചെയ്യേണ്ടത് പീസസ് ആക്കി വേണം കട്ട് ചെയ്യേണ്ടത്. ചെറിയ കഷ്ണങ്ങളാക്കണം. സ്കിൻ റിമൂവ് ചെയ്യണം. നമ്മൾ ആപ്പിൾ എപ്പോഴും കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ഇരുമ്പ് പിച്ചാത്തിയിൽ കട്ട് ചെയ്ത് മുറിക്കരുത്. ഇത് സ്റ്റീൽ പിച്ചാത്തിയിൽ വേണം ആപ്പിൾ എപ്പോഴും മുറിക്കേണ്ടത്. പിന്നെ പ്രസൻറ്റ് എൻ്റെ അടുത്ത് സ്റ്റീലില്ല, അതുകൊണ്ട് ഇരുമ്പ് പിച്ചാത്തിയിൽ നമ്മൾ മുറിക്കുന്നുണ്ട്. ഇത് എനിക്ക് പറഞ്ഞു കൊടുത്ത ഒരു ഷെഫാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ ഓസ്ട്രേലിയൻ ഷെഫ് എന്ന് പറഞ്ഞ്, പുള്ളി ഓസ്ട്രേലിയയിലുള്ള ഒരാളാണ്. പുള്ളി പറഞ്ഞ് ഈ ഇരുമ്പ് പിച്ചാത്തിൽ ഒരിക്കലും ആപ്പിൾ നമ്മൾ കട്ട് ചെയ്ത് എടുക്കരുതെന്ന്. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല, മറന്നുപോയി. 5-6 വർഷം മുൻപ് പറഞ്ഞതാണ്. അപ്പം ഞാൻ മറന്നുപോയി. നമുക്ക് പോയിൻ്റ് കിട്ടിയല്ലേ, അത് മതി. അപ്പോൾ ഇതിൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്യണം. ഇടയ്ക്ക് ഈ ബ്രെഡ് ടോസ്റ്റ് എന്ന് വെച്ചാൽ ഒരു 60% വേണം ടോസ്റ്റ് ആകേണ്ടത്. അത് കൂടുതലാകരുത്. 60% എന്ന് വെച്ചാൽ ഇത് ഒരു ചെറിയ ക്രിസ്പി ആയിട്ട് ഇരുന്നാൽ മതി, കൂടുതലാകരുതും അതേപോലെ കുറഞ്ഞും വരരുത്. ഒരു 60 to 65% ടോസ്റ്റ് ആകണം. നമുക്ക് ടോസ്റ്റെല്ലാം വെച്ച് ചെയ്യാം. പ്രസൻറ്റ് തവ ഉണ്ടെങ്കിൽ തവാലും ചെയ്യാം. ബട്ടറോ ഒന്നും ഇടണ്ട, ചുമ്മാ ജസ്റ്റ് ഒരു ക്രിസ്പി ആയിട്ട് ഇങ്ങനെ ടോസ്റ്റ് ചെയ്ത് എടുത്താൽ മതി. ബ്രൗൺ ബ്രെഡ് തന്നെ വേണം, വീറ്റ് ബ്രെഡ് തന്നെ വേണം. മറ്റത് ആ ടേസ്റ്റ് കിട്ടത്തില്ല. ഇതേപോലെ കഷ്ണങ്ങൾ ആപ്പിളൊക്കെ ഇതേപോലെ കഷ്ണവുമായിട്ട് എടുക്കേണ്ടതാണ്. ഇത് വളരെ ഈസി ആയിട്ട് ഒരു 5 മിനിറ്റിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം. 5 to 10 minutes മാക്സിമം. 10 മിനിറ്റിലൊക്കെ ഒരു എമർജൻസി ഈവനിങ് ഒക്കെ നമ്മൾ വീട്ടിലുള്ള പിള്ളേരൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ അവർക്ക്, പക്ഷേ റെഗുലറായിട്ട് കഴിക്കരുത്. ഇതിൽ കുറേ ഐറ്റം എൻ്റെ അടുത്ത് ഇല്ല പ്രസൻറ്റ്. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്തൊക്കെ ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ ഞാൻ പറയാം. അപ്പോൾ ചെറിയ സ്ലൈസായിട്ട് ഇങ്ങനെ എടുക്കേണ്ടതാണ്. തൊളി ഇല്ലാതെ ചെയ്യുന്നതാണ് ബെസ്റ്റ്. സ്കിൻ റിമൂവ് ചെയ്യണം. സ്കിന്നോടെയും ചെയ്യാം, കുഴപ്പമില്ല. പക്ഷേ ഈ സ്പ്രെഡ് ഇത് കഴിക്കുമ്പോൾ ഒരു ചെറിയ ബുദ്ധിമുട്ടായിരിക്കും. ഇടയ്ക്കൊക്കെ തൊളിയുടെ ഒരു ചെറിയ എഫക്റ്റൊക്കെ വരും. അതുകൊണ്ട് തൊളി മാക്സിമം അവോയ്ഡ് ചെയ്യുന്നത് ബെറ്റർ.
ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കാണുമ്പോൾ ഈ ഒരു ക്രിസ്പി മതി. ഇതേ രീതിയിലുള്ള ഒരു ക്രിസ്പി മതി, ഇത് കൂടുതൽ വേണ്ട. അപ്പോൾ ചെറുതായിട്ട് ഒരു 60 to 60% നമുക്ക് ഇതെടുത്ത് വയ്ക്കാം. ഇനി ഇതിൻ്റെ ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് അത് സൈഡിൽ വെച്ച് അടുത്തത് നമുക്ക് പാൻ എടുത്തിട്ട് ചെറുതായിട്ട് പാൻ ചൂടാക്കാം. നമുക്ക് ആവശ്യമുള്ളത് ആദ്യം ബട്ടർ. ഇത് വളരെ സിമ്പിൾ ഡിഷാണ്. ഇത് സിമ്പിൾ ഡെസേർട്ടാണ്. ഇത് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് കഴിക്കാൻ പറ്റും. ഒരു ഹാഫ് ബട്ടർ, ഒരു 50 gram ബട്ടർ നമുക്കിടാം. ബട്ടർ മെൽറ്റ് ആകുക. ബട്ടർ കുറച്ച് കൂടുതലിടുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും. ബട്ടർ ഇട്ട് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കട്ട് ചെയ്ത് സ്ലൈസ് ആക്കിയ ഈ ആപ്പിൾ. ഇതിൽ ഇനിയൊരു വിഷയമുണ്ട്. ഈ ആപ്പിളിൻ്റെ കൂടെ വേണമെങ്കിൽ ആപ്പിളല്ലാതെ ബനാനയും യൂസ് ചെയ്യാം. ചെറുതായിട്ട് ഒരു 2-3 മിനിറ്റ് ഇത് സോട്ട് ചെയ്താൽ മതി. 3 minutes ഇങ്ങനെ സോട്ട് ചെയ്യണം. കാണുന്നുണ്ടോ? ഇതൊക്കെ കണ്ടാലേ ഇടയ്ക്കൊക്കെ ചെയ്ത് കഴിക്കാൻ പറ്റുന്നുണ്ട്. ഒരു 3 മിനിറ്റ് സോട്ട് ചെയ്യുമ്പോൾ നമുക്ക് അത് കാണാൻ പറ്റും. നല്ല ഒരു സോഫ്റ്റ് ആകും. ആപ്പിളൊക്കെ ചെറുതായിട്ട് ചുരുങ്ങി ഇങ്ങനെ ചെറിയ സൈസിലോട്ട് മാറും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു 2 മിനിറ്റ്, 1 മിനിറ്റ്, 1.5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു 2 സ്പൂണോ ഇല്ല 3 സ്പൂണോ ബ്രൗൺ ഷുഗർ ഇടണം. ഇത് വേറെ ഷുഗർ ഉപയോഗിക്കരുത്. ബ്രൗൺ ഷുഗർ തന്നെ അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി, അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി. അപ്പോൾ ഈ ബട്ടറും ഈ ആപ്പിളും ബ്രൗൺ ഷുഗറും നമ്മൾ ഗ്യാപ്പ് ഇല്ലാതെ നല്ല രീതിയിൽ സോട്ട് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ അടി പിടിക്കും. അത് ശ്രദ്ധിക്കണം. നല്ല രീതിയിൽ സോട്ട് ചെയ്യണം. അതിൻ്റെ കളർ വരെ എല്ലാം മാറും. അടി പിടിക്കാതെ നമ്മൾ സോട്ട് ചെയ്ത് കൊടുക്കണം. ഒരു മാക്സിമം 3 to 4 minutes മതി. അതിൻ്റെ കളറൊക്കെ ഒന്ന് നോക്കിയാൽ അറിയാം നിങ്ങൾക്ക്. നല്ല സ്മെല്ലുണ്ട്. എങ്ങനെയുണ്ട് സ്മെല്ല്? ചിലർ മാക്സിമം ആപ്പിളിലാണ് ഇത് ചെയ്യുന്നത്. ചിലർ വന്നിട്ട് ചില കൺട്രിയിലൊക്കെ ഈ ഡിഷ് ഇത് ചെയ്യുമ്പോൾ ബനാന ഉപയോഗിക്കും. പഴം ഉപയോഗിച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിനും ഈവനിങ് പിള്ളേർക്കൊക്കെ വളരെ ഈസി ആയിട്ടുള്ള ഒരു ഐറ്റം.
പറയുന്നത്. സോ ഇത് മാക്സിമം ഒരു 3 മിനിറ്റായി എല്ലാം റെഡിയായി. അപ്പോൾ നമ്മളിത് ഓഫ് ചെയ്തിട്ട് ഇനി നമുക്ക് ബ്രെഡ് സെറ്റ് ചെയ്യാം. സോ പ്ലേറ്റിനകത്ത് ബ്രെഡ് വെച്ച് വീറ്റ് ബ്രെഡകത്ത് വെച്ച് നമുക്ക് ഇത്രയും ചോക്ലേറ്റ് സിറപ്പ് ഒഴിക്കുക. ചോക്ലേറ്റ് സിറപ്പിൻ്റെ മുകളിൽ നമ്മൾ ഈ ചോക്ലേറ്റ് സ്പ്രെഡ് ഇടുന്നുണ്ട്. ചോക്ലേറ്റ് സ്പ്രെഡ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, പ്രത്യേകിച്ച് ഈ ഹാസ്നട്ടാണ് നിങ്ങൾ വാങ്ങിക്കേണ്ടത്. വേറെ ഒന്നും ഉപയോഗിച്ചാലും അത്രയും ടേസ്റ്റ് കിട്ടത്തില്ല. സോ ഈ സ്പ്രെഡ് വന്നിട്ട് നമ്മൾ മാക്സിമം സൈഡിലൊക്കെ അവോയ്ഡ് ചെയ്യണം. സൈഡിലൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് സെൻറ്റർ മാത്രം ഈ സ്പ്രെഡ് ഇട്ടാൽ മതി. കാരണം എന്ന് വെച്ചാൽ സ്പ്രെഡ് മാത്രം ടേസ്റ്റ് കിട്ടുന്നില്ല, ഈ സൈഡിലുള്ള ഈ ടോസ്റ്റഡ് ബ്രെഡിൻ്റെ ടേസ്റ്റും നിങ്ങൾക്ക് അവിടെ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇത് പ്രിപ്പയർ ചെയ്ത ഈ ആപ്പിൾ നമ്മൾ എടുത്ത് കുറച്ച് അടുക്കിടാം വിത്ത് ബട്ടർ മതി. അതിൻ്റെ മുകളിൽ സ്വല്പം സിറപ്പും നമുക്കിടാം, അതിൻ്റെ ഒരു ഫ്ലേവർ ചോക്ലേറ്റിൻ്റെ അത് കിട്ടാൻ വേണ്ടി. സ്പ്രെഡ് നമ്മൾ ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ അടുത്ത് ഇടാൻ പോകുന്നത് ഐസ്. 2 സ്കൂപ്പ് ഐസ് ഇടാം. ഇപ്പോൾ സ്കൂപ്പ് എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് സ്പൂണിലാണ് ഇടുന്നത്. സോ ഐസ് ഇട്ടിട്ട് ഒന്നുകൂടി നമുക്ക് ചോക്ലേറ്റ് സിറപ്പ് സ്പ്രെഡ് ചെയ്യാം. പിന്നെ അടുത്ത സ്കൂപ്പ് അതിൻ്റെ മുകളിൽ വയ്ക്കുക. പിന്നെ മൊത്തം സ്പ്രെഡ് അടിച്ചിടുന്നു. മാത്രമല്ല ഈ ഡിഷിൽ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റുന്നത് ചോക്കോ ചിപ്സ് ആഡ് ചെയ്യാം, സ്പ്രിങ്കിൾ ആഡ് ചെയ്യാം. ഇങ്ങനെ കുറേ ഐറ്റംസൊക്കെ നമുക്ക് ഈ ടോപ്പിങ്സിന് വേണ്ടിയുള്ള ഐറ്റംസൊക്കെ നമുക്ക് ഇതിൽ ചേർക്കാൻ പറ്റും. ചേർക്കുമ്പോൾ അതിനുള്ള ഒരു ടേസ്റ്റ് കിട്ടും. ഇത് മൊത്തം കംപ്ലീറ്റായി. ഇത് ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ബ്രെഡുമായിട്ട് ഈ ആപ്പിളും ചോക്ലേറ്റും എല്ലാം കംപ്ലീറ്റ് ഒരു പീസായിട്ട് കട്ട് ചെയ്ത് വേണം നമ്മൾ എടുക്കേണ്ടത്. വിത്ത് ഐസ്ക്രീം, ചോക്ലേറ്റ്, ബട്ടർ, ആപ്പിൾ എല്ലാം കൂടി മിക്സായി അതും പറയട്ടെ, ഞാൻ കുറേ വട്ടം കഴിച്ചിട്ടുണ്ട്, ഇപ്പോഴല്ല. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്ത് കാണിച്ചത്. ഇത് ചെയ്ത് കഴിച്ച് നോക്കണം. ഇങ്ങനെ കണ്ടിട്ട് ഒരു യൂസ് ഇല്ല. ഈ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം, അത് കണ്ടിട്ട് ഇതൊക്കെ ഈ പറയുന്ന ഐറ്റം തന്നെ അത് തന്നെ വാങ്ങിച്ച് ഇത് ചെയ്ത് നോക്കണം. ഇപ്പോൾ കൂടി വന്ന ഒരു 5 മിനിറ്റ് ആയി കാണും, അത്രയേ ഉള്ളൂ. ഇത് കഴിച്ച് നിങ്ങളെല്ലാവരും നോക്കിയിട്ട് എനിക്ക് കമൻറ്റിൽ അയക്കാം. ബൈ.